മുത്തവഫിന് ഓരോ കീഴിലും ഓരോ സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ അജിമാർ എന്താവുള്ളൂ, എത്തിപ്പെടുകയുള്ളൂ. ആ മുത്തവഫിന്റെ കീഴിൽ നൽകപ്പെടുന്ന ഭക്ഷണം അവരെ ടെന്റുകളിൽ എത്തിക്കാനുള്ള വളണ്ടിയർമാർ വരെ സജ്ജമാണ്. ഒന്നുകൊണ്ടും പ്രയാസമില്ല, ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും. പക്ഷെ ഒരു പ്രയാസമുള്ളത്, വാഹനങ്ങൾ ഒരുമിച്ച് ഇതേപോലെ ബസ്സുകൾ വരാനോ മറ്റുള്ള വണ്ടികൾ എത്തിപ്പെടാനോ ഭയങ്കര പ്രയാസപ്പെടും. കാരണം എല്ലാവരും തുടങ്ങുന്ന സമയമാണല്ലോ. ഇതെല്ലാം അറഫയുടെ ഗേറ്റുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് വിടവാങ്ങൽ പ്രസംഗം നടത്തിയ മലയാണ് ജബൽ റഹ്മ എന്ന് പറയുന്നത്. ഇത് അറഫയിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഒരുപാട് കാലം അവർ മാറി താമസിക്കേണ്ടി വരികയും പിന്നീട് ആദം നബി അലൈഹി സ്വലാം കണ്ടുമുട്ടിയതും അറഫയിൽ വെച്ചാണ്. കണ്ടുമുട്ടി അറഫ എന്ന് പറയുമ്പോൾ അറിഞ്ഞു, കണ്ടുമുട്ടി, നേരിട്ടു എന്നുള്ളെല്ലാം അർത്ഥം അതിനെ സൂചിപ്പിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഒരുപാട് കാലശേഷം രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിയത് ഈ അറഫയിൽ വെച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളും പഠിപ്പിച്ചു. സ്വഹാബികൾക്ക് എല്ലാ നിസ്കാരത്തിന്റെ കാര്യം, മറ്റുള്ള എല്ലാ വിഭാഗത്തിന്റെ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് അവസാനമായിട്ട് വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയത് ജബൽ റഹ്മയുടെ തായ്ഭാഗത്ത് വെച്ചാണ്. ജബൽ റഹ്മയിൽ പ്രത്യേകിച്ച് അറഫയുടെ സമയമാകുമ്പോൾ നിൽക്കുക മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പാർക്കിംഗ് സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നത്. കാരണം ഇവിടെ ഒരു പള്ളിന്റെ മസ്ജിദ് നമിറ എന്ന് പറയുന്ന പള്ളി, അത് ഹജ്ജിന്റെ വേളയിൽ മാത്രമേ തുറക്കപ്പെടുള്ളൂ. അത് ഖുത്ബ നടത്താൻ വേണ്ടി. ആ ഇപ്പോൾ ഖുത്ബ നടക്കുന്നത് പള്ളിയിൽ വെച്ച്. അന്ന് ഖുത്ബ നടന്നത് ജബൽ റഹ്മയുടെ താഴ്വശത്ത് വെച്ച്. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് ഇറങ്ങിയത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതുലക്കും ഇസ്ലാം ദീന എന്നുള്ള ആയത്ത് ഇറക്കപ്പെട്ടത് അവിടെയാണ്. കാരണം എന്റെ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി ശേഷം വരുന്നവർക്ക് നിങ്ങളിതിന്റെ ദഅവത്തുമായിട്ട് നിങ്ങൾ എന്താക്കുക, മുന്നിട്ട് വരിക എന്നുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന ആയത്ത് ഇറങ്ങുകയും. ഇതിന് പൊങ്ങ ഡ്രൈവറിന്റെ റെയിൽവേ സ്റ്റേഷനാണ് വലത് സൈഡിലുള്ളത്. നല്ല പുറകോശം നോക്കുക. ഇവിടെ എല്ലാം ഹാജിമാര് ടെന്റ് കിട്ടുന്ന സ്ഥലങ്ങൾ, ഹാജിമാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ്. എല്ലാവരും മനസ്സുകൊണ്ട് വാച്ച് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തോടുകൂടി ഈ സ്ഥലങ്ങളിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആദ്യം